എടുത്തു മാറ്റപ്പെട്ട ഒരു കരിനിയമത്തിന്റെ വക്കിലാണ് ഈ ജനത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ശാശ്വതമായ ഒരു പരിഹാരം, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും എന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വെറും കരമടവല്ല, ശാശ്വതമായ പരിഹാരം, നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തരുമെന്നാണ് ഞങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. മതേതരത്വ രാജ്യത്തിൽ മതേതരത്വ രാഷ്ട്രീയമാണ് സംസാരിക്കേണ്ടത്, അത് ജനാധിപത്യ രാഷ്ട്രീയമായിരിക്കണം. പക്ഷെ ഇന്ന് ഇന്ത്യ മുഴുവൻ സംസാരിക്കുന്നത് മതത്തിൽ അധിഷ്ഠിതമായ മതരാഷ്ട്രീയത്തിൽ സംസാരിക്കേണ്ട വിഷയമായ വഖഫാണ്. അതുകൊണ്ട് ആ വഖഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവരുത്തുന്ന രീതിയിലുള്ള ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിപ്പിക്കുന്ന രീതിയിലുള്ള നീതി അല്ലെങ്കിൽ നിയമമാണ് ഉണ്ടായതെങ്കിൽ ആ നിയമം മാറ്റപ്പെടേണ്ടതാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഞങ്ങളുടെ എല്ലാം റവന്യൂ അവകാശങ്ങളെല്ലാം നീതിയുടെ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിന്റെ വെളിച്ചത്തിൽ നിന്നും അത് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പുനഃസ്ഥാപിച്ച് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഇന്നിന്റെ ആവശ്യം. ഒപ്പം ഈ യോഗത്തിന് മുന്നോടിയായി റവന്യൂ വകുപ്പോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും? ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന 610 കുടുംബങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ വില്ലേജ് ഓഫീസറിനും തഹസിൽദാർക്കും ഞങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഭൂസംരക്ഷണ സമിതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഞങ്ങൾ ഈ ഡാറ്റാസ് എല്ലാം കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ സിംഗിൾ ബെഞ്ച് അനുവദിച്ചു തന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി വഖഫ് ബോർഡ് അഫിഡാവിറ്റ് കൊടുത്തതിന്റെ പേരിൽ, അതായത് ഇത് വഖഫ് ബോർഡിൽ 2019 എഴുതിയെടുത്തിരിക്കുന്നു, അത് ഞങ്ങളറിയാതെ എഴുതിയെടുത്തിരിക്കുന്നതിന്റെ പേരിലാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ അനുവദിച്ചത്. അതുകൊണ്ട് അതെല്ലാം മാറി ശാശ്വതമായ ഒരു പരിഹാരം, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് സ്ഥാപിച്ചു തരും ഗവൺമെന്റ് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു.